Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം അഹമ്മദ്, I'm a subject matter expert at Franklin's Lectures. And നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം 2026ന്റെ ഭാഗമായിട്ടുള്ള PYQ ഡിസ്കഷൻ സീരീസിലെ മാത്തമാറ്റിക്സിലെ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, integral tan to the power 5x into sec square x divided by tan to the power 12x plus 1 is equal to എന്നാണ്. അപ്പം നമുക്ക് തന്ന ഇന്റഗ്രൽ എന്താണ്? let I is equal to നമുക്ക് കണ്ടിട്ട് ചെയ്യാം. let I is equal to തന്ന ഇന്റഗ്രൽ എന്തായിരുന്നു? ഇന്റഗ്രൽ tan to the power 5x into sec square x divided by tan to the power 12x plus 1 dx എന്നാണ്. ശരിയല്ലേ? ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ tan to the power 12x നെ ഞാൻ tan to the power 6x to the power whole square അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, tan 6x to the power whole square എന്ന് എഴുതാൻ പറ്റും. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് tan to the power 5x into sec x square whole divided by എന്താണ് ഞാൻ എഴുതാൻ വിചാരിക്കുന്നത്? tan to the power 6x the whole square എന്ന് എഴുതാൻ പറ്റും പ്ലസ് 1. ഓക്കെ, അങ്ങനെ എഴുതണം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ tan to the power 12x നെ എന്തെഴുതി? tan to the power 6x the whole square എന്ന് എഴുതി. അതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ഇൻഡിക്കേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ tan to the power 6x നെ u ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് du എന്താണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ du എന്താണ് വരിക എന്ന് നോക്കാം. So let substitute it for tan to the power 6x. So let tan 6x is equal to u tan x. അപ്പോൾ u is equal to tan to the power 6x. അപ്പോൾ du എന്ത് വരും? du is equal to tan to the power 6x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? x to the power 6 നമുക്കറിയാം 6 to the power 6 into x to the power 5 ആണ്. അപ്പോൾ tan to the power 6x നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യണം. സോ എന്താ വരിക? 6 into tan to the power 5x എന്ന് വരും ഇൻറ്റു എന്തായിരിക്കും? d by dx ഓഫ് എന്തിനാണ്? നമുക്ക് tan x ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ചെയിൻ റൂൾ പ്രകാരം അത് ചെയ്യണം അല്ലേ? നമ്മൾ ആ പവർ റൂൾ ആദ്യം അപ്ലൈ ചെയ്തു. പിന്നെ എന്താണ്? ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. അതാണ് ചെയിൻ റൂൾ അല്ലേ? സോ 6 അപ്പം എന്ത് വരും? 6 ഇൻറ്റു tan to the power 5 ഇൻറ്റു d by dx ഓഫ് tan x എന്ന് പറഞ്ഞാൽ tan x എന്താണ്? sec square x ആണല്ലേ? sec square x ആണ് ഇൻറ്റു dx. അപ്പോൾ du is equal to എന്താണ്? 6 into tan to the power 5 into sec square dx. ഇത് നിങ്ങൾക്ക് ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ്? tan to the power 5x into sec square x എന്നാണ്. അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത് അല്ലേ? into dx ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? that gives tan to the power 5x into sec square x dx എന്നുള്ളത് എന്തെഴുതാൻ പറ്റും? du divided by 6 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി ഇന്റഗ്രൽ എന്താണ്? u is equal to അല്ലെങ്കിൽ tan to the power 6x u ആയിട്ടും അതേപോലെ tan to the power 5x into sec square x dx du by 6 ആയിട്ടും എഴുതും. So that will give I is equal to, okay, therefore I is equal to എന്താ സംഭവിക്കുക? അപ്പോൾ മേലത്തെ tan to the power 6x tan to the power 5x sec square x dx എന്തായി? du by 6 ആയി. ഓക്കെ, ആൻഡ് താഴെയോ 1 by u square by u square plus എന്ന് വരും 1 വരുന്നില്ലേ? സോ 1 divided by u square plus 1 into du by 6 എന്നാവും. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 6 നമുക്ക് പുറത്തോട്ട് എടുക്കാം ഇൻറ്റു ഇന്റഗ്രൽ എന്തായിരിക്കും? 1 by u square plus 1 du. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് വി ഹാവ് ദ റിസൾട്ട് എന്താണ്? ഇന്റഗ്രൽ 1 by x square plus 1 dx എന്ന് പറയുന്നത് നമുക്ക് ഇന്റഗ്രലിന്റെ റിസൾട്ട് എന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ദാറ്റ് ഈസ് tan inverse x plus c എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 1 by 6x into tan inverse u plus c എന്ന് വരും. ഓക്കെ, സോ I is equal to 1 by 6x tan inverse u plus c എന്ന് വരും. ഇനി നമുക്ക് tan inverse യുക്ക് നമ്മൾ തിരിച്ച് tan to the power 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ therefore എന്ത് വരും? I is equal to എന്ത് വരും? I is equal to 1 by 6x tan inverse tan to the power 6x
പ്ലസ് സി എന്നായിരിക്കും നമ്മളുടെ ആൻസർ. അതായത് ഓപ്ഷനിൽ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 1/6 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ടാൻ ടു ദ പവർ 6x പ്ലസ് സി എന്ന് വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇത് നോർമൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -π/2 to π/2 cos square x divided by 1 plus 2 to the power -x dx എന്നാണ്. എങ്ങനെയാണ് അതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് തന്ന ഇന്റഗ്രൽ എന്താണ്? I is equal to integral -π/2 to π/2 cos square x plus 1/2 to the power x dx എന്നാണ്. ഈ 1 plus 2 to the power -x എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ബേസിക്കലി 1 divided by 2 to the power x അല്ലേ? ശരിയല്ലേ? അങ്ങനെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -π/2 to π/2 cos square x divided by 1 plus 1 divided by 2x എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവരാൻ 2x plus 1 ആവും, 2 to the power x plus 1 എന്നാവും. ആൻഡ് ഇവിടെ അല്ലേ ഡിവൈഡഡ് ബൈ 2 to the power x, അത് നമുക്ക് മേലോട്ടും കൊണ്ടുപോകാൻ പറ്റും. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -π/2 to π/2 ഇന്റഗ്രൽ -π/2 to π/2 എന്ത് വരും? cos square x divided by 2 to the power x plus 1 divided by 2x എന്ന് വരും. ആ 2 എന്താണ്? ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്റർ എന്ത് ഇങ്ങോട്ട് ന്യൂമറേറ്റർ പോകും. ഓക്കെ, അതാണ് സംഭവിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ -π/2 to π/2 2 to the power x into cos x whole divided by അതിനെ 1 plus 2 to the power x തന്നെ എഴുതി dx എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഈ ഇക്വേഷൻ ഞങ്ങൾ ഇപ്പൊ ഫൈനലി കിട്ടിയ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുകയാണേ. സോ ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ എന്താണ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്? ഇത് ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണല്ലേ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. സോ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒരു പ്രോപ്പർട്ടിയാണ് കിങ്സ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കിങ്സ് റൂൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടിയാണ്. ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് കിങ്സ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. യൂസിങ് ദി കിങ്സ് പ്രോപ്പർട്ടി പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ. നിങ്ങൾ ആ ഒരു പോർഷൻ പഠിക്കുമ്പോൾ ഓബ്വിയസ്ലി അതിന് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കേണ്ടത്. അത് വെച്ചാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. സോ ആ ഒരു പ്രോപ്പർട്ടീസ് അറിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും പറ്റും. സോ യൂസിങ് പ്രോപ്പർട്ടി എന്താണ്? ഇന്റഗ്രൽ a to b f of x dx can be written as എന്താണ്? ഇന്റഗ്രൽ a to b f of a plus b minus x. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ എന്താണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്താണ് ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ആഡ് ചെയ്താലും എന്താണ് അത് മാറില്ല, ആ ഒരു ഫംഗ്ഷന് മാറില്ല എന്നാണ് എന്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ മാറില്ല എന്നാണ് കിങ്സ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഇതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ഇന്റഗ്രൽ എന്തായിരുന്നു? അപ്പോ therefore അല്ലെങ്കിൽ that gives ഇന്റഗ്രൽ നമുക്ക് എന്തായിരുന്നു? -π/2 to π/2 എന്ന് വരും. മേലെ cos x അല്ലേ? മേലെ 2 to the power ഈ ഒരു ഇതിനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഇതിനല്ല നമ്മൾ ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? cos to the power xന്റെ പകരം π/2 അല്ലെ പ്ലസ് -π/2 മൈനസ് എക്സ് എന്ന് വരും. ശരിയല്ലേ? π/2 മൈനസ് π/2 പ്ലസ് എക്സ് എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 1 പ്ലസ് 2 to the power ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. ദെൻ മൈനസ് π/2 പ്ലസ് മൈനസ് π/2 മൈനസ് എക്സ് എന്ന് വരും. ശരിയല്ലേ? dx. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരിക? -π/2 to π/2 cos square π/2 മൈനസ് π/2 ആണല്ലേ? π/2 മൈനസ് π/2 0 ആയി. അപ്പോൾ 0 മൈനസ് എക്സ് ഇവിടെ മൈനസ് എക്സ് എന്ന് വരും. ഡിവൈഡഡ് ബൈ
താഴെയോ 1 plus 2 to the power minus of minus x എന്ന് വരും. ശരിയല്ലേ? So that is equal to minus pi by 2 to pi by 2 cos of minus x cos x തന്നെയാണ്. കോസിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആയാലും അത് പുറത്ത് നമുക്ക് എന്താണ് നെഗറ്റീവ് സൈനില്ല, പോസിറ്റീവ് വരിക. സൈൻ ഓഫ് മൈനസ് എക്സ് പക്ഷെ എന്താണ് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷെ കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്. സോ കോസ് സ്ക്വയർ ഓഫ് മൈനസ് എക്സും എന്തായിരിക്കും കോസ് സ്ക്വയർ ഓഫ് എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 plus 2 to the power minus of minus x വരുമ്പോൾ 2 to the power x എന്ന് വരും. 2 to the power x dx എന്ന് വരും. ആൻഡ് ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുന്നത്. സോ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. സോ ആഡിങ് equations 1 and 2 we get എന്തായിരിക്കും i ആണ് അല്ലെ, ഇത് ബേസിക്കലി i ആണ്. സോ i plus i എന്നുള്ളത് 2i എന്നാവും. 2i is equal to ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 to പൈ ബൈ 2 ആണ് രണ്ടിന്റെ ഇന്റഗ്രൽ. സോ നമുക്ക് അതിന്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. ഫസ്റ്റ് എന്താണ് ഇക്വേഷൻ 1, ഇക്വേഷൻ 1ൽ എന്താണ് 2 to the power x into cos square x ഉണ്ട് into cos square x divided by 1 plus 2x എന്നായിരിക്കും, പ്ലസ് എന്തായിരുന്നു cos square x divided by 1 plus 2x എന്ന് വരും. ശരിയല്ലേ? ഇങ്ങനെയാണുള്ളത്. ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ നമുക്ക് എന്താണ് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i is equal to എന്താ വരിക മൈനസ് പൈ ബൈ 2 to പൈ ബൈ 2 എന്ത് വരും 2 to the power x into cos square x plus cos square x divided by 1 plus 2 to the power x എന്ന് വരും. ശരിയല്ലേ? ഇങ്ങനെയാണ് വരിക. ഇനി മേലെ നമുക്ക് എന്താണ് cos square x രണ്ടിലും കോമൺ അല്ലേ ന്യൂമറേറ്ററില്. സോ നമുക്ക് cos square x പുറത്തോട്ട് എടുക്കാം. സോ cos square x പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും cos square x into 2 to the power x plus 1 എന്ന് വരും ഡിവൈഡഡ് ബൈ 1 plus 2 to the power x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 2 to the power x plus 1 എന്ന് എഴുതാൻ പറ്റില്ലേ? ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇതും ഇതും ആയി. സോ ദ റിമൈനിങ് പാർട്ട് വിൽ ബി മൈനസ് പൈ ബൈ 2 to പൈ ബൈ 2 cos square x dx എന്നായിരിക്കും. ഇനി cos square x നമ്മൾ എന്താ ചെയ്യുക? cos square x എന്താണ് 1 plus cos to the power 1 plus cos 2x by 2 ന്റെ ടേംസിൽ എഴുതിയാൽ നമുക്ക് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. cos square x നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ cos square x നമുക്ക് 1 plus cos 2x by 2 ന്റെ ടേംസിൽ എഴുതിയാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് which is about 2i is equal to integral minus pi by 2 to pi by 2 എന്ത് വരും cos square x നമ്മൾ എങ്ങനെ എഴുതുന്നത് 1 plus cos 2x by 2 എന്നാണ് എഴുതുന്നത് dx. So 2i will become 1 by 2 ഞാൻ പുറത്തോട്ട് എടുത്തു into minus pi by 2 to pi by 2 എന്ത് വരും 1 plus cos 2x അല്ലെ 1 dx സെപ്പറേറ്റ് എഴുതാം അല്ലെ 1 dx plus 1 by 2 integral minus pi by 2 to pi by 2 എന്ത് വരും cos 2x dx എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i into 2i is equal to എന്ത് വരും 1 by 2 into എന്താണ് ഇന്റഗ്രൽ 1 dx എന്ന് പറയുമ്പോൾ x ആണ്. സോ x ഫ്രം എന്ത് വരും മൈനസ് പൈ ബൈ 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം പൈ ബൈ 2. ഇവിടെയോ 1 by 2 into cos 2x ന്റെ ഇന്റഗ്രൽ sin 2x by 2 എന്ന് വരും അല്ലേ. sin 2x by 2 എന്ന് വരും. സോ sin 2x by 2 from minus pi by 2 to pi by 2. So 2i is equal to എന്ത് വരും 2i is equal to half into ഇവിടെ എന്ത് വരിക pi by 2 minus of pi by 2 എന്നായിരിക്കും പ്ലസ് half into ഇവിടെ എന്ത് വരിക ഹാഫ് അല്ല ആ 1 by 2 കൂടി ഇവിടെയുള്ള 1 by 2 കൂടി ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. സോ 1 by 4 എന്ന് എഴുതാം അല്ലെ നമുക്ക് 1 by 4 എന്ന് എഴുതാം. സോ 1 by 4 into sin 2x എന്നായിരിക്കും. സോ sin 2x ആണ് sin into 2 into pi by 2 എന്ന് വരും മൈനസ് sin into 2 into
മൈനസ് പൈ ബൈ ടു എന്ന് വരും. ശരിയല്ലേ? സോ ഇവിടെ പൈ എന്ന് വരും. സൈൻ പൈ 0 ആണ്, സൈൻ മൈനസ് പൈയും 0 ആണ് അല്ലേ? സൈൻ പൈയും 0 ആണ്, സൈൻ മൈനസ് പൈയും 0 ആണ്. സോ ഇവിടെ എന്താണ്, ഈ ഒരു ഹോൾ ടേം എന്ത് വരും? 0 ആയി പോകും. സോ ദിസ് ഹോൾ ടേം വിൽ ഗോ ടു 0. ഓക്കെ, അപ്പൊ ബാക്കി എന്താ വരിക? 2i is equal to half into എന്താണ് അവിടെ വരുന്നത്? പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു എന്ന് വരും അല്ലേ? പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു 2π ബൈ ടു, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു 2π ബൈ ടു എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 into 1 ക്യാൻസൽ ആക്കാൻ പറ്റും. സോ പൈ ബൈ ടു എന്ന് വരും. സോ 2i is equal to പൈ ബൈ ടു. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? i is equal to പൈ ബൈ 4 എന്ന് വരും. i is equal to പൈ ബൈ 4 എന്നാണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? സോ പൈ ബൈ 4 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ എന്താണ്, ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് കിങ്സ് പ്രോപ്പർട്ടി എന്ന് പറയും. സോ അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ -500 to 500 log to the base e 1000 plus x divided by 1000 minus x dx എന്നാണ്. ഓക്കെ, കാണുമ്പോൾ കുറച്ച് ടഫ് തോന്നും. ലോഗിന്റെ ഉള്ളിൽ ഒരു കുറച്ച് വലിയ വാല്യൂ ഉണ്ട്, അതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ് ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷന്റെയും ഒരു പ്രോപ്പർട്ടിയാണ്. ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷന് പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് ഇതൊരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഓഡോ ഈവൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ എന്താണ് -500 to 500 ആണ്. സോ മൈനസ് ഒരു നമ്പർ ടു പ്ലസ് ആ നമ്പർ ആണ്. സോ ആ ഒരു ലിമിറ്റ് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്നുള്ളൊരു അങ്ങനത്തെ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈനസ് സം നമ്പർ ടു പ്ലസ് ആ സെയിം നമ്പർ ആയിരിക്കും, -a to +a. ഓക്കെ, ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മളുടെ ഇന്റഗ്രൽ എഴുതാം. സോ ലെറ്റ് i is equal to എന്താണ് ഇന്റഗ്രൽ -500 to 500 log to the base e എന്താണ് 1000 plus x divided by 1000 minus x എന്ന് വരും. ശരിയല്ലേ? 1000 plus x divided by 1000 minus x എന്ന് വരും. ഇനി ഞാനിവിടെ എന്താണ് നമ്മളുടെ ആ ഒരു എന്താണ് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾക്ക് തന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് log 1000 plus x divided by 1000 minus x. അതിലേക്ക് ഞാൻ അത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യുന്നത്. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, f of -x. നമ്മൾ എക്സിന്റെ പകരം -x കൊടുക്കുകയാണെങ്കിൽ അതേ ഫംഗ്ഷൻ കിട്ടുക, ദാറ്റ് ഈസ് f of -x equal to f of x കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ആൻഡ് ഓഡ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, f of -x equal to -f of x. മൈനസ് പുറത്തോട്ട് വന്നുകൊണ്ട് എടുക്കുന്നുള്ളതിനാണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും ഇഫ് ദ ഇന്റർവെൽ ഈസ് ബിറ്റ്വീൻ -a to a ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇഫ് f of x is a continuous function, okay, if f of x is a continuous function defined on പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഓക്കെ -a to a ഡിഫൈൻ ആയാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ലിമിറ്റ്സ് -a to a ആണ്, ജനറൽ ആയിട്ട് -a to a ആണെന്ന് നോക്കിയാൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇഫ് f of x is a continuous function defined on -a to a, then നമുക്ക് പറയാൻ പറ്റും ഇന്റഗ്രൽ -a to a f of x dx equal to 0. Okay, equal to 0 എപ്പോഴാണ്, if f of x is an odd function. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. ഓഡ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓഡ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് f of -x is equal to -f of x എന്നാകുമ്പോഴാണ് നമുക്ക് അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുക. സിമിലർലി ഇനി അഥവാ -a to a f of x dx will be equal to 0 to a 2f of x. Okay, 0 to a 2f of x dx is if എന്താണ് f of x is an even function. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയാലും ഓഡ് ഫംഗ്ഷൻ ആയാലും എന്താണ് നമുക്ക്
പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ കേസിലാണ്. സോ അത് -a/a ആവുമ്പോൾ മാത്രം അത് കണ്ടിന്യൂസ് ആ ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാൻ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ അതിന്റെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ f(-x) f(x) തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്താ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, ഇത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. സോ നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താണ്, നമുക്ക് ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്, f(x) എന്ന് പറയുന്നത് എന്താണ്, log to the power e 1000 minus x അല്ലെ 1000 plus x divided by 1000 minus x എന്നാണ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ഫംഗ്ഷനെ നമുക്കറിയാം log a by b, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഈസ് log a by b എന്ന് പറയുന്നത് എന്താണ്, log a by b is equal to log a minus log b എന്നുള്ള പ്രോപ്പർട്ടി ഇല്ലേ. അപ്പൊ ആ ടേംസിൽ ഞാൻ എഴുതുകയാണ്. So log a by b is equal to log a minus log b എന്നാണ്. So this can be അങ്ങനെ എഴുതാൻ പറ്റും, log 1000 plus x divided by 1000 minus x ഇങ്ങനെ എഴുതാൻ പറ്റും, log 1000 plus x minus log 1000 minus x എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ f(x) is equal to ഈ ഒരു ഇതിൽ നമ്മൾ എന്താണ് -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ ചെയ്യാൻ, എന്താണുള്ളത് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ then f of -x എന്ത് വരും, f of -x is equal to എന്തായിരുന്നു, log x ന്റെ പകരം -x കൊടുക്കുക. സോ log അവിടെ എന്ത് വരും, log 1000 plus of -x അല്ലെ, പ്ലസ് -x എന്ന് വരും. ആൻഡ് ഇവിടെയോ മൈനസ് log 1000 minus -x എന്ന് വരും. ശരിയല്ലേ? അങ്ങനെ വരും, which is equal to നമുക്ക് എങ്ങനെ പറ്റും, log പ്ലസ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ -x ആൻഡ് ഇവിടെ log മൈനസ് ഓഫ് -x പ്ലസ് x. സോ 1000 plus x. ഇത് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേ ഉൾട്ടല്ലേ. അപ്പൊ നമുക്ക് നെഗറ്റീവ് സൈൻ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ, log 1000 plus x minus log 1000 minus x എന്ന് എഴുതാൻ പറ്റും, which can be also written as നമുക്ക് log a minus b log a by b എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ this is minus 10,000 plus x divided by 1000 plus x divided by 1000 minus x എന്ന് എഴുതാൻ പറ്റും അല്ലേ. ശരിയല്ലേ? ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു നെഗറ്റീവ് അല്ലേ, this can be written as the negative of f of x. So നമുക്ക് എന്ത് പറ്റും, thus f of x is an odd function. Thus f of x is an odd function. ഓഡ് ഫംഗ്ഷൻ ആയി നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഇന്റർവെലിന്റെ വാല്യൂ 0 ആയിരിക്കും. അത്രയും സിമ്പിൾ ആണിത്. സോ then therefore hence I is equal to എന്ത് വരും, 0 എന്ന് വരും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 into 0 to the integral 0 to f of x dx ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്, സോറി ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ വാല്യൂ 0 കിട്ടി. കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ഡി 0. ക്ലിയർ അല്ലേ? അപ്പൊ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, -a to a എന്നുള്ള കണ്ടീഷനിൽ വരുമ്പോഴാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of integral 0 to pi by 2 cos to the power 2024 x divided by sin to the power 2024 x plus cos to the power 2024 x dx എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ഏത് പവർ വന്നാലും, ഓക്കെ, ഈ ഒരു ആൻസറിൽ ഇത് നിങ്ങൾ ഏത് പവർ വന്നാലും ഇതേ എന്താണ് മെത്തേഡാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു പവർ വന്നാലും ഇതേ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ അവിടെ എന്താണ് ഏത്, ഇപ്പൊ 2026 ആകട്ടെ, 2027 ആവട്ടെ, 100 ആവട്ടെ, എന്താ പറയാ 3 ആവട്ടെ, 4 ആവട്ടെ, 5 ആവട്ടെ, 6, 7 ആവട്ടെ, എന്തായാലും എന്താണ് ഈ ഒരു മെത്തേഡിനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ അറിയേണ്ടത്. പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കിങ്സ് പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ കിങ്സ് പ്രോപ്പർട്ടിയിൽ എന്താണ് ഇവിടെ 0 π/2 ആകുമ്പോൾ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളൊക്കെ സെയിം ആണ്. കിങ്സ് പ്രോപ്പർട്ടി തന്നെയാണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മളുടെ ഇന്റഗ്രൽ എഴുതാം. സോ വി ഹാവ് എന്താണ് i is equal to എന്താണ് ഇന്റഗ്രൽ 0 to π/2 cos to the power 2024x
divided by sin to the power 2024x plus cos to the power 2024x dx എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കിങ്സ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇവിടെ അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കിങ്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വരും 0 to a f of x dx എന്നുള്ളത് is equal to എന്താ? ഇന്റഗ്രൽ 0 to a f of a plus 0 minus x ആണ്. സോ a minus x dx എന്ന് വരും അല്ലേ? അതിനുള്ളൂ, മാറ്റൊന്നുമില്ല. സോ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഐ എന്ത് വരും? ഐ is equal to അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to pi by 2 മേലെ എന്താ വരിക? cos 2024 ഇനി എന്താണ്? pi by 2 minus x, a minus x ആണ്. സോ pi by 2 minus x divided by എന്താണ്? sin to the power 2024 ആണ്. pi by 2 minus x plus cos to the power 2024 pi by 2 minus x എന്ന് വരും. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ is equal to നമുക്കറിയാം cos pi by 2 minus x എന്താണ്? sin x ആണ്. അതേപോലെ sin pi by 2 minus cos x ആണ്. അപ്പോൾ cos to the power 2024 pi by 2 minus x എന്തായിരിക്കും? sin 2024 sin to the power 2024 pi by 2 minus x ആയിരിക്കും. ഓക്കെ, അപ്പോൾ cos sin ആവും, sin cos ആവും അല്ലെ? pi by 2 minus x ആണെങ്കിൽ കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞതാണല്ലേ? pi by 2 minus x ഉം pi by 2 minus x ന്റെ കേസിൽ cos sin ആവും, sin cos ആവും. അപ്പോൾ കോംപ്ലിമെന്ററി ആണ്, sin and cos കോംപ്ലിമെന്ററി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ is equal to എന്ത് വരും? 0 to pi by 2 cos 2024 cos to the power 2024 of pi by 2 minus x നെ നമുക്ക് sin to the power 2024 sin x എന്ന് എഴുതാൻ പറ്റും. ഹോൾ ഡിവൈഡഡ് ബൈ sin എന്താവും? cos ആവും. cos 2024x പ്ലസ് ഇതാണ് sin to the power 2024x എന്ന് വരും. ശരിയല്ലേ? ഇങ്ങനെയാണ് വരിക. ആൻഡ് dx എന്ന് വരും. ആൻഡ് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. Let this be equation number 2. ഇനി എന്താ? ആഡ് ചെയ്യാം. സോ ആഡിങ് ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടും? we get I plus I 2i. 2i is equal to integral 0 to pi by 2. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് 1ന്റെ 2ന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയില്ലേ? ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ വരും cos to the power 2024x plus sin to the power 2024x whole divided by താഴെ എന്ത് വരും? താഴെ sin to the power 2024x plus cos to the power 2024x ആണ്, which can also be written as cos to the power 2024x plus sin to the power 2024x. ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം അല്ലേ? അപ്പൊ എന്താണ്? അത് 1 ആവും അല്ലേ? സോ 2i is equal to 0 to pi by 2 1 dx എന്ന് വരും. dx ന്റെ ഇന്റഗ്രൽ എന്താണ്? x ആണ് അല്ലേ? x ആണ് ഇന്റഗ്രൽ. സോ 0 to pi by 2 which is equal to വരും pi by 2 minus 0 അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് which is equal to pi by 2 എന്ന് വരും. and therefore I is equal to എന്താണ്? pi by 2 into 1 by 2 എന്ന് വരും, which is equal to pi by 4. pi by 4. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് 1 ആയിട്ട് മാറും. ഓക്കെ, അത് ഡെഫിനറ്റ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഇത് 1 ആയിട്ട് മാറുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് എന്താ? ജസ്റ്റ് pi by 2 into 2 എന്നുള്ള കേസിൽ 2i is equal to pi by 2 എന്നാണ് വരിക. സോ pi by 2 അല്ലെങ്കിൽ 2i is equal to pi by 2 എന്നാണ് വരിക. സോ അവിടെയാണ് നമുക്ക് pi by 4 എന്ന് കിട്ടുക. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ എ, pi by 4. ക്ലിയർ അല്ലേ? അപ്പോൾ അഗൈൻ കിങ്സ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ കിങ്സ് പ്രോപ്പർട്ടി അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ pi by 5 to 3 pi by 10 root tan x divided by 1 plus root tan x dx എന്താണെന്നാണ് ചോദിച്ചത്.
അപ്പൊ എന്താ ഇവിടെ നമ്മൾ എന്താണ് കിങ്സ് പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് I is equal to pi by 5 to 3 pi by 10. Integral lower limit pi by 5 upper limit 3 pi by 10 ആണ്. Root tan x divided by 1 plus root tan x എന്നാണ് dx. And let us ഇതിനെ തന്നെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് കിങ്സ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. കിങ്സ് പ്രോപ്പർട്ടി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി. സോ അത് ഞാൻ എവിടെയാണ് എക്സിന്റെ പകരം യൂസ് ചെയ്യാം. സോ ഞാൻ ടാൻ എക്സിനെ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക എന്നുള്ളത് എന്തിനാ എഴുതിയേക്കാണ്. ദാറ്റ് ഈസ് ടാൻ ഓഫ്, അപ്പം നമ്മൾ എന്താണ് എക്സിനെ ചേഞ്ച് ചെയ്യാണ് ടു എന്താണ് 3 pi by 10 plus pi by 5 minus x ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. സോ ദാറ്റ് വിൽ ഗിവ് ടാൻ ഓഫ് എക്സ് ഈക്വൽ ടു, ടാൻ ഓഫ് എക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യും, ടാൻ ഓഫ് 3 pi by 10 plus pi by 5, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എക്സ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എന്താ വരിക, 3 pi by 10 പ്ലസ് pi by 5 നമുക്ക് അതിന് 5 10 ആക്കണമെങ്കിൽ എന്ത് വരും, 2 pi by 10 എന്ന് വരും. ശരിയല്ലേ, 2 pi by 10 വരും മൈനസ് എക്സ് which is equal to 3 pi by 10 plus 2 pi by 10 എന്ന് വരുമ്പോൾ 5 pi by 10 minus x എന്ന് വരും which is equal to എന്താ pi by 2 minus x എന്ന് വരും. ഓക്കെ, അങ്ങനെയെങ്കിലും അപ്പം എക്സ് tends to x changes to pi by 2 minus x. അപ്പോൾ tan of x എന്തായിരിക്കും, tan of x changes to tan of pi by 2 minus x എന്നാവും which is equal to എന്താ, ടാനും കോട്ടും കോംപ്ലിമെന്ററി ആണ്, അപ്പം കോട്ടാണ് വരിക അല്ലേ. നമ്മൾ സൈൻ ഓഫ് pi by 2 minus x cos x ആണ്, cos ഓഫ് pi by 2 minus x sin x ആണ്, tan ഓഫ് pi by 2 minus x cot x ആണ്, cot ഓഫ് pi by 2 minus x tan x ആണ്. ഓക്കെ, അത് തിരിച്ചും അങ്ങോട്ടും മാറും. സോ അപ്പൊ നമുക്ക് എന്താണ് ടാന്റെ അവിടെയൊക്കെ നമ്മൾ എന്താണ് tan ഓഫ് pi by 2 minus x കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് എന്താ കിട്ടുന്നത്, pi by 2 minus x ആയത് എങ്ങനെയാണ്, ഇത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടാട്ടോ ഈ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങനെ ആവുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ i എന്ത് വരും, therefore i is equal to എന്താണ് pi by 5 integral pi by 5 to 3 pi by 10 into root of cot x divided by 1 plus root of cot x എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ, അങ്ങനെ എഴുതാൻ പറ്റില്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ cot x നെ 1 by tan x എന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ എന്താ വരിക, is equal to എന്ത് വരും, pi by 5 integral pi by 5 to 3 pi by 10 1 by root of tan x, numerator 1 by root of tan x, denominator of 1 plus 1 by root tan x എന്നാവും dx. ഇനിയോ ഇതിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ആക്കും. അപ്പൊ എന്ത് വരും, we will get എന്താണ് ഇന്റഗ്രൽ pi by 5 to 3 pi by 10, ന്യൂമറേറ്റർ എന്തിനാ അതിന് മാറ്റൊന്നുമില്ല, 1 by root of tan x divided by എന്ത് വരും, root tan x plus 1 divided by root of tan x എന്ന് വരും. ഈ tan x ഉം ക്യാൻസൽ ആവും. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇത് എന്ത് വരും, pi by 5 integral pi by 5 to 3 pi by 10 1 divided by 1 plus root tan x ആയിട്ട് മാറും dx. and let that be equation number 2. ഇത് നമ്മൾ equation number 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ആഡിങ് equation number 1 and 2. ആഡിങ് equations 1 and 2. and 1 ഏതാണ്, 1 equation. ഓക്കെ, 1ന്റെയും 2ന്റെയും എന്താണ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ ദാറ്റ് വിൽ ബിക്കം എന്താണ് i plus i, ഇത് i ആണ്, therefore that gives i is equal to എന്നാണ്. ഓക്കെ, അപ്പൊ i plus i 2i എന്നാവും. 2i is equal to pi integral pi by 5 to 3 pi by 10 into 3 pi by 10 ഫസ്റ്റ് മേലെ എന്താണ് root tan x plus 1 divided by 1 plus root tan x. അഡീഷൻ ആയതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. 1 plus root tan x നെ tan root x plus 1 ആയിട്ട് തന്നെ എഴുതാൻ പറ്റും.
സോ ഇതെന്ത് വരും? ഇന്റഗ്രൽ പൈ ബൈ 5 ടു 3π/10 1dx എന്ന് വരും. ശരിയല്ലേ? 1dx എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, that gives 2i is equal to എന്ത് വരും? 2i is equal to x. ഇന്റഗ്രൽ dx 1dx എന്നാണ് x ആണ്. സോ അത് അപ്പോൾ x from π/2 to 3π/10 എന്നാവും, which is equal to എന്തായിരിക്കും? 3π/10 minus π/5 എന്നാവും. സോ which is equal to എന്താ വരിക? 3π/10 minus 2π/10 എന്ന് വരും, which is equal to എന്താ? π/10. അപ്പോൾ π/10 അല്ല 2π/10 നമുക്ക് എന്താണ് ഡിനോമിനേറ്റർ സെയിം ആക്കി, ദാറ്റ് ഈസ് ഇൻറ്റു 2 ചെയ്ത് കാണ്ട്. സോ 2π/10 എന്ന് വരും. 3π minus 10 divided by 2π minus 10 എന്നാ 3π minus 2π/10, this is π/10. Therefore നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Therefore I is equal to എന്ത് വരും? π/10 into 1/2 എന്ന് വരും, which is equal to π/20 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ π/20 will be the answer and the option is option D. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ e to the power 6 log x minus e to the power 5 log x divided by e to the power 4 log x minus e to the power 3 log x എന്താണെന്ന് ചോദിച്ചത്? ഇൻറ്റു dx എന്താണെന്ന് ചോദിച്ചത്. ഇവിടെ നമ്മൾ എന്താണ് ഒരു പ്രോപ്പർട്ടി ആണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ലോഗിന്റെയും എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് നമുക്കറിയാം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. സോ അതിനുള്ള പ്രോപ്പർട്ടിയാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി, ഫസ്റ്റ് നമുക്ക് ഇന്റഗ്രൽ എഴുതാം. ദാറ്റ് ഈസ് ലെറ്റ് I is equal to integral e to the power 6 log x minus e to the power 5 log x divided by e to the power 4 log x minus e to the power 3 log x dx എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ലോഗ് അല്ല, അതെ n ഇൻറ്റു ലോഗ് m എന്ന് പറയുന്നത് log m to the power n എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 6 log x log x to the power 6 എഴുതാൻ പറ്റും. അതേപോലെ 5 log x log x to the power 5 എന്ന് എഴുതാൻ പറ്റും. ഓരോന്ന് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് i എന്ന് വരിക. I is equal to എന്ത് വരും? log x to the power 6 e to the power log x to the power 6 e to the power log x to the power 5 divided by e to the power log x to the power 5 and minus e to the power log x power 3. 5 ആണ് ഇവിടെ, 4 അല്ലേ? 4 ആണ് dx. ഇനി അടുത്ത യൂസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ e to the power log x എന്ന് പറയുന്നത് x ആണ്. e to the power log x എന്ന് പറയുന്നത് x ആണ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ e to the power log x e to the power x എന്ന് പറഞ്ഞാൽ log x ആണ്. e to the power log x എന്നുള്ളത് x ആണ്. അതേപോലെ log x to the power x log of e to the power x ആണെങ്കിൽ x ആണ്. കാരണം ലോഗരിതം ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് അതർ. സോ അതെന്താണ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x to the power 6 minus x to the power 5 divided by x to the power 4 minus x to the power 3 എന്നാവും, which is equal to എന്ത് വരും? നമുക്ക് മേലെ x to the power 6 x to the power 5 കോമൺ ആക്കി എടുക്കാം. സോ ഇറ്റ് വിൽ ബിക്കം x minus 1 x to the power 5 into x minus 1. അതേപോലെ താഴെ x ക്യൂബ് കോമൺ ആക്കി എടുക്കാം. കോമൺ ആയിട്ട് x minus 1 എന്ന് എഴുതും. സോ x minus 1 cancel. So this would be equal to x to the power 5 minus divided by x to the power 3 പറഞ്ഞാൽ നമുക്കറിയാം a to the power m divided by a to the power n a to the power m minus 1 n എന്നാണ്, m minus n എന്നാണ്. സോ ഇവിടെ എന്ത് വരും? x to the power 5 minus 3 dx എന്ന് വരും, which is equal to x square dx, which is equal to എന്താ വരിക? ആൻസർ എന്താ വരിക? x square by x cube by 3
പ്ലസ് സി ആണ്. നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് ടു ദ പവർ എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ടു ദ പവർ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ എന്നാണ്. സോ എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്തായിരിക്കും എക്സ് ടു ദ പവർ 2 + 1 ഡിവൈഡ് ബൈ 2 + 1, സോ എക്സ് ക്യൂബ് ബൈ 3 + c എന്നായിരിക്കും ആൻസർ വരിക, വിച്ച് ഈസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 1 + x² dx എന്താണെന്നാണ് ചോദിച്ചത്. അവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് ഓഫ് 1 + x² dx എന്നാണ്. സോ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ്. ബൈ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവും, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ നമുക്ക് എന്താണ് പ്രത്യേകത? നമുക്ക് ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കണം അല്ലെ. അപ്പൊ അതിന് നമുക്കൊരു ചോയ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് എന്തായിരുന്നു? ഐലൈറ്റ് ഫോം എന്ന് എഴുതും അല്ലെ, ഐലൈറ്റ് ഫോം. സോ ഫസ്റ്റ് ഐലൈറ്റ് ഫോമില് ഇൻവേഴ്സ് ട്രിഗ് ഫംഗ്ഷൻസ്, ഓക്കെ, ഇൻവേഴ്സ് ട്രിഗ്, ലോഗരിഥമിക്, അതിലെ ഐ ആണ് ഇൻവേഴ്സ് ട്രിഗ്, എല്ലാവരുടെ ലോഗരിഥമിക്, ഏന്ന് പറഞ്ഞ അൾജിബ്രായിക്ക്, ദെൻ ഏതാണ്? ടി പറഞ്ഞ ട്രിഗ്നോമെട്രിക് തന്നെ, ദെൻ ഏതാണ്? ഇ ആണ്, ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ. ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ഇതില് എന്താണ്? ഐ ലൈറ്റ് ഫോം എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ്? നമുക്ക് ഇങ്ങനെ ചോയ്സ് ഓഫ് റിസൾട്ട്സ് എടുക്കണം. ഫസ്റ്റ് നമുക്ക് ഒരു ലോഗരിഥമിക് ഇൻവേഴ്സും കൊടുത്താൽ ഫസ്റ്റ് ഫംഗ്ഷന് ഐ ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗരിഥമിക് ആയിട്ട് കൊടുക്കുക. ഇവിടെ എന്തൊക്കെയാണ്? ഒരു അൾജിബ്രായിക് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ ഒരു ലോഗരിഥമിക് ഫംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? ലോഗരിഥമിക് ആണ്. ഓക്കെ, അപ്പൊ ലോഗരിഥമിക് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ടാവുക, അൾജിബ്രായിക് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് ഡി എക്സ് എന്നാണ്. സോ ഇവിടെ യു ഫസ്റ്റ് ഫംഗ്ഷനും വി സെക്കൻഡ് ഫംഗ്ഷനാണ്. അപ്പൊ യു ഇവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും പ്രോപ്പർ ആയിട്ട് എന്താണ് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ നമുക്ക് ഫസ്റ്റ് ഐ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ ഇസ് ഈക്വൽ ടു, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ട് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 1 + x² dx എന്ന് വരും. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ലോഗിനെയാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എക്സിനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെയാണ്? ഇന്റഗ്രൽ യു ഇൻറ്റു വി, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. യു ഇൻറ്റു വി ഡി എക്സ് എന്ന് പറയുന്നത് യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു വി ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ്. ഓക്കെ, ഇ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റഗ്രൽ കറസ്പോണ്ടിങ് ആയിട്ട്, ഇ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ഇന്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, കൺഫ്യൂഷൻ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ലോഗ് ഓഫ് 1 + x² ഇൻറ്റു എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 1 + x² എന്ന് വരും ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. ശരിയല്ലേ? ഹോൾ ഡി എക്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഐ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് അതങ്ങനെ തന്നെ ലോഗ് ഓഫ് 1 + x². ഇനി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ x² ബൈ 2 എന്ന് വരും. സോ ലോഗ് ഓഫ് 1 + x² ഇൻറ്റു x² ബൈ 2 എന്ന് വരും മൈനസ് ഇന്റഗ്രൽ എന്ത് വരും? ഫസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ഓഫ് 1 + x² ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താണ്? 1/x ആണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ഓഫ് 1 + x², 1/1 + x². പക്ഷേ ചെയിൻ റൂൾ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ലോഗിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണ് പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 + x² എന്താണ്? 1 + x² എന്ത് വരും? 1ന്റെ ഡെറിവേറ്റീവ് 0, x² 2x, അപ്പം ഇൻറ്റു 2x എന്ന് വരും. ഓക്കെ, ഇൻറ്റു എന്താണ്? എക്സ് ഡി എക്സ് പറയുമ്പോൾ അഗെയിൻ x² ബൈ 2 ആണ്, x² ബൈ 2 dx എന്ന് വരും. സോ 2 × 2 ക്യാൻസൽ ആക്കാൻ പറ്റും. സോ ദിസ് വിൽ ബിക്കം ഇതായിരിക്കും x² ബൈ 2 ലോഗ് 1 + x² എന്നുള്ളത് മൈനസ് ഇവിടെ എന്താ വരിക? x ഇൻറ്റു x² x³ പ്ലസ് 1 + x²
dx എന്ന് വരും. അപ്പൊ ഇതിനെ കണ്ടുപിടിക്കണം അല്ലെ. ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ x³ ഡിവൈഡ് ബൈ 1 + x² എന്താണ് നമ്മൾ നോക്കും. ദാറ്റ് ഈസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് x³ ഡിവൈഡഡ് ബൈ 1 + x² അല്ലെ, x² + 1. അപ്പൊ എന്താ നമ്മൾ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇവിടെ x³ എന്ന് കിട്ടും, പ്ലസ് 1 എന്ന് ബാക്കി ഉണ്ടാവും, സോറി പ്ലസ് x എന്ന് ബാക്കി ഉണ്ടാവും. So this will become ഇവിടെ 0 പോകും, x എന്ന് വരും. സോ ഇതിനെ നമുക്ക് എന്താണ് ഇതിന്റെ റിമൈൻഡർ ആൻഡ് ഡിവൈസറിന്റെ ഫോമിൽ നമുക്ക് എഴുതണം അല്ലെ. ഈ ഒരു ഇതിനെ നമുക്ക് അങ്ങനെ എഴുതണം. സോ ദാറ്റ് വിൽ ബിക്കം x² by 2 log 1 + x² മൈനസ് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, കോഷ്യന്റ് മൈനസ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ എന്ത് വരും, കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന് വരും അല്ലെ. റിമൈൻഡർ എക്സ് ആണ്, അതേപോലെ ഡിവൈസറോ x² + 1 ആണ്. സോ x - x by 1 + x² dx എന്ന് നമുക്ക് x³ by 1 + x² എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, x² by 2 log of 1 + x² എന്ന് വരും. ഇനി ഈ മൈനസ് ഇന്റഗ്രൽ എക്സിനെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അതിന് നമുക്ക് നേരെ ചെയ്യാം. എത്രയും ഇന്റഗ്രൽ x dx x² by 2 ആണ്. സോ x² - by 2 എന്ന് അവിടെ വന്നു. ഇനി ബാക്കിയുള്ളതോ മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് ആവും, ഡിവൈഡഡ് ബൈ x × 1 + x² എന്ന് വരും, ശരിയല്ലേ, dx. ഇവിടെ നമുക്ക് ഇനി എന്താണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം നമുക്ക് എന്താണ് 1 + x² നമുക്ക് u ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ 1 + x² u ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ du എന്ത് വരും, du = 2x dx എന്നായിരിക്കും. ദാറ്റ് ഗിവ്സ് എന്താണ് x dx എന്ന് പറയുന്നത് du by 2 ആണ്. x dx എന്ന് പറയുന്നത് du by 2 ആണ്. അതാണ് നമ്മളിവിടെ ഇതാക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു x² by 2 log of 1 + x² മൈനസ് x² by 2 പ്ലസ് എന്ത് വരും, ഹാഫ് ഇൻറ്റു 1/u du എന്ന് വരും, ശരിയല്ലേ. കാരണം 1 + x² u ആയിട്ട് എടുത്തു, പിന്നെ x dx എന്താ du by 2. സോ 1/2 1u du എന്ന് വരും, 1/u du എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x² by 2 log of 1 + x² മൈനസ് x² by 2. ഇവിടെ എന്ത് വരും, 1/2 പുറത്തോട്ട് വരും, ഇൻറ്റു log u എന്ന് വരും അല്ലെ. 1/u ഇന്റഗ്രൽ 1/uന്റെ അല്ലെങ്കിൽ 1/x dx എന്ന് പറഞ്ഞാൽ log u ആണ്. അപ്പൊ log x എന്ന്, സോ ഇന്റഗ്രൽ 1/u du എന്നുള്ളത് log u എന്നാവും, പ്ലസ് c എന്ന് വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x, u നെ തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് u എന്തായിരുന്നു, 1 + x² ആണ് അല്ലെ. അപ്പൊ u 1 + x² ആണ്, മൈനസ് x² by 2 പ്ലസ് 1/2 log of 1 + x² പ്ലസ് c എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ. ഇനി ഇവിടെയും log 1 + x² കോമൺ അല്ലേ, log 1 + x² കോമൺ ആണ്, ആൻഡ് 1/2 കോമൺ ആണ്. അപ്പൊ അങ്ങനെ എഴുതാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, സോ ഫൈൻ. അപ്പൊ നമുക്ക് കിട്ടുക 1/2 log of 1 + x² കോമൺ ആയിട്ട് അവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും, x² + 1 എന്ന് വരും, മൈനസ് x² by 2 പ്ലസ് c എന്ന് വരും. Therefore നമുക്ക് i എന്താ കിട്ടുക, ഒന്നുകൂടി വൃത്തിയൊക്കെ എഴുതുകയാണെങ്കിൽ we will get half into 1 + x² into log of 1 + x² minus x² by 2 plus c എന്ന് വരും. അതിലാണ് ആൻസർ വരിക. ആൻഡ് ദ ഓപ്ഷൻ വിൽ ബി എന്താണ്, half of 1 + x² into log of 1 + x² plus x² by 2 ആണോ, അല്ല, മൈനസ് x² by 2 അല്ലേ, ആണ്. അപ്പൊ എന്താണ്, ഓപ്ഷൻ ബി വിൽ ബി ദി കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ നമ്മൾ എന്താണ് ഡിഫറെന്റ് അങ്ങനെ വരുന്നുണ്ടോ, നമുക്ക് എന്താണ് ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലത്തെ ഇന്റഗ്രലിൽ ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വരും, അതിൽ വീണ്ടും എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. സോ ആ സ്റ്റെപ്പ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. കുറച്ച് ലെങ്തി ആയി തോന്നും, പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്താണ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടുമായിരിക്കും. ക്ലിയർ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1/e⁻²x - x എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ വാല്യൂ 2e⁻x - 1 dx എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ 1 ഡിവൈഡ് ബൈ e⁻²x - 1 ആണ് ചോദിച്ചത്. സോ ലെറ്റ് i is equal to എന്താ, let i is equal to
1 divided by e to the power 2x minus 1 dx എന്നായിക്കോട്ടെ. e to the power 2x minus 1 dx. ഇനി ഇതിനെ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ ഇ ടു ദ പവർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 1 എഴുതിക്കൂടെ? ശരിയല്ലേ? അത് രണ്ടും മാറ്റൊന്നുമില്ലല്ലോ. ഇങ്ങനെ എഴുതുന്നു അങ്ങനെ എഴുതുന്നു സെയിം തന്നെയല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. സോ ഇ ടു ദ പവർ 2x എനിക്ക് ഇ ടു ദ പവർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ അതാണ് ഇതാക്കുന്നത്. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. ദാറ്റ് യു ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി യു എന്ത് വരും? അല്ലെങ്കിൽ ഇ എക്സ് ഡി എക്സ് എന്നുള്ളത് ഡി യു എന്നാവും. സോ ദാറ്റ് ഗിവ്സ് ഡി എക്സിനെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ ഇ ടു ദ പവർ എക്സ് ഡി യു എന്നാണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ പറ്റും? 1 ബൈ യു ഡി യു. അപ്പോൾ ഡി എക്സിനെ നമ്മൾ 1 ബൈ യു ഡി യു എന്ന് കൊടുക്കും. യുവിനെ നമ്മൾ ഇ ടു ദ പവർ എക്സിനെ നമ്മൾ യു എന്ന് കൊടുക്കും. സോ ദാറ്റ് വിൽ ഗിവ് ഐ ഇസ് ഈക്വൽ ടു എന്താ വരിക? ഐ ഇസ് ഈക്വൽ ടു 1 ബൈ യു സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 ബൈ യു ഡി യു എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റുക? യു ഇൻറ്റു യു സ്ക്വയറിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല എഴുതാം. ദാറ്റ് ഇസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. സോ യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു പ്ലസ് 1 എന്ന് ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്റർ 1 എന്നാണ് ഡി യു. ഇനി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ നോക്കുക. സോ സോൾവ് ചെയ്യാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ we can write on applying partial fraction അപ്പോൾ ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനിൽ എഴുതാണ് ചെയ്യേണ്ടത്. അതിന്റെ പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. സോ വി ഗെറ്റ് എന്ത് വരും? നമുക്ക് എന്താ പാർഷ്യൽ ഫ്രാക്ഷൻ ആ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 1 ബൈ നമുക്ക് ഫംഗ്ഷൻ എന്താണ്? 1 ബൈ യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു പ്ലസ് 1 എന്നാണ്. അതിൽ നമ്മൾ എങ്ങനെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? 1 ബൈ എ ബൈ യു പ്ലസ് ബി ബൈ യു മൈനസ് 1 പ്ലസ് സി ബൈ യു പ്ലസ് 1. സോ ഈ എ ബി സി കണ്ടുപിടിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെന്താണ്? ഇതിൻ്റെയൊക്കെ കോമൺ മൾട്ടിപ്പിൾ ഇതാക്കുകയാണ്. നമ്മൾ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ കണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഇതിന്റെ കോമൺ ഡിനോമിനേറ്റർ കണ്ടിരിക്കുക? ഇതും അതിന് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ന്യൂമറേറ്റർ മാറ്റൊന്നുമില്ല. ന്യൂമറേറ്റർ ഈസ് യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു പ്ലസ് 1 എന്നാണ്. ന്യൂമറേറ്റർ അല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് തന്നെയാണ്, മാറ്റൊന്നുമില്ല. സോ ഫസ്റ്റ് എന്ത് വരും? നമുക്ക് ഇത് യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു പ്ലസ് 1 ആവണമെങ്കിൽ മേലെ എന്താണ്? മേലും താഴെയും യു മൈനസ് 1 പ്ലസ് യു പ്ലസ് 1 ആഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ എ ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു പ്ലസ് 1 എന്ന് വരും. പ്ലസ് ബി ഇൻറ്റു എന്ത് വരും? യു മൈനസ് 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ യു പ്ലസ് 1 ആവും. യു ഇൻറ്റു യു പ്ലസ് 1 എന്നാവും. പ്ലസ് സിയോ സി യു ഇൻറ്റു യു മൈനസ് 1 എന്നാവും. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഇതന്നെ. അതന്നെ അവിടെയും വരും. സോ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആക്കി. അപ്പോൾ ഇതും ക്യാൻസലായി. ബാക്കി വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി എന്തായിരിക്കും? എ ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു മേലത്തെ മാത്രം വരും. 1 ഇസ് ഈക്വൽ ടു എന്താ? എ ഇൻറ്റു യു മൈനസ് 1 യു പ്ലസ് 1 യു സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റില്ല. യു സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലെങ്കിൽ യു സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. പ്ലസ് ബി ഇൻറ്റു ഇതെന്താ വരിക? യു സ്ക്വയർ പ്ലസ് യു എന്ന് എഴുതില്ല. യു ഇൻറ്റു യു പ്ലസ് 1 യു സ്ക്വയർ പ്ലസ് യു പ്ലസ് സി ഇൻറ്റു യു സ്ക്വയർ മൈനസ് യു എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യണം. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ്? യു സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യു സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെ ആയിരിക്കും? യു സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി അല്ലെ? യു സ്ക്വയറിന് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. സോ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എന്താണ്? യുവിന്റെ എന്താണ്? യുവിന്റെ കോഎഫിഷ്യൻസ് പറഞ്ഞാൽ ബിയും മൈനസ് സി ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത് എന്താ വരുന്നത്? ഇവിടെ ഒരു മൈനസ് എ ബാക്കി വരുന്നുണ്ട്. സോ പ്ലസ് മൈനസ് സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി നമ്മളെന്താ വെച്ചാൽ എന്താണ്? കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാൻ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും കോഎഫിഷ്യൻസ് ഓഫ് യു സ്ക്വയർ യു പിന്നെ കോൺസ്റ്റൻസ് കമ്പയർ ചെയ്യാൻ ചെയ്യുന്നത്. കോഎഫിഷ്യൻസ് ഓഫ് യു സ്ക്വയർ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് യു ഉണ്ടോ? ഇല്ല. എന്താണ്? അത് രണ്ട് ഈക്വൽ 0 ആയിരിക്കും. സോ ഇത് ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് മൈനസ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ. കമ്പയർ ചെയ്യുമ്പോൾ ഓൺ കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് of u square u and constant term
അങ്ങനെ ആകുമ്പോൾ നമ്മൾ വരിക എ പ്ലസ് ബി പ്ലസ് സി 0 ആയിട്ട് വരും. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയും. അതേപോലെ ബി is equal to ബി മൈനസ് സി is equal to 0 ആൻഡ് മൈനസ് എ is equal to 1 എന്ന് വരും. ഇവിടുത്തെ കോൺസ്റ്റന്റ് മൈനസ് ആണ്, ഇവിടുത്തെ ടേം 1 ആണ്. അത് രണ്ട് ഈക്വൽ ആണ്. സോ മൈനസ് എ is equal to 1 എന്ന് വരും. ബാക്കിയുള്ളതോ എ പ്ലസ് ബി is equal to 0, കാരണം യു സ്ക്വയറിന്റെ ടേം ഇവിടെ ഇല്ല. സോ അതിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 0 ആണ്, ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതേപോലെ യുവിന് ഇവിടെ കോഎഫിഷ്യന്റ് ഇല്ല. സോ ബി മൈനസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ എ is equal to മൈനസ് 1, മൈനസ് എ is equal to 1 എന്ന് പറയുമ്പോൾ എന്താണ്, എ is equal to -1 എന്നാണ്. ആൻഡ് ബി മൈനസ് സി is equal to 0 ഉദ്ദേശിക്കുമ്പോൾ ബി is equal to സി എന്നാണ്. സോ ഇവിടെ എന്ത് വരും, എ പ്ലസ് 2b is equal to 0 എന്ന് വരും. That will give us b is equal to എന്ത് വരിക, b is equal to -1/2, സോറി a plus 2b ആണല്ലേ, ശരി, a plus 2b. അപ്പോൾ b is equal to a എന്താ വരിക, അവിടെ a എന്ന് വരുന്നത് -1 ആണ്. അപ്പോൾ b is equal to -1/2 അല്ല 1/2 എന്ന് വരും. b is equal to 1/2. b is equal to 1/2 ആണ് എന്താ, c is equal to 1/2 ആണ്. അപ്പോൾ therefore നമുക്ക് എന്താ പറ്റും, therefore a is equal to -1 ആണ്, b is equal to c is equal to 1/2 ആണ്. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ഫോമില് അത് എഴുതിയാൽ മതി അല്ലേ. ഈ ഒരു ഫോമില് നമുക്ക് എന്റെ അവിടെയും ബിന്റെ അവിടെയും സിന്റെ അവിടെ നമുക്ക് അങ്ങനെ എഴുതിയാൽ മതി. സോ ദാറ്റ് വിൽ ഗിവ് us എങ്ങനെയായിരിക്കും, therefore എങ്ങനെ എഴുതാൻ പറ്റും, എ ബൈ എ എന്ന് പറഞ്ഞാൽ -1/u പ്ലസ് എന്തായിരുന്നു 1/2 അല്ലെ, 1/2 ഇൻറ്റു u മൈനസ് 1 പ്ലസ് 1/2 ഇൻറ്റു u പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് എന്താണ് നേരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ u ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു u പ്ലസ് 1 du എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, -1/u du പ്ലസ് 1/2 ഇൻറ്റു 1/u മൈനസ് du പ്ലസ് 1/2 ഇൻറ്റു 1/u പ്ലസ് 1 du എന്ന് വരും. ലോഗ് ഓഫ് 1/x, ഇന്റഗ്രൽ 1/x dx ന്റെ ലോഗ് ഓഫ് x ആണ്. അതേപോലെ ഇന്റഗ്രൽ 1/u മൈനസ് 1 ലോഗ് ഓഫ് u മൈനസ് 1. അതായത് ഈ ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കുറച്ചും സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യണം. പക്ഷേ ലീനിയർ ഇക്വേഷൻ ആണ് 1/u മൈനസ് 1 ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് u മൈനസ് 1 ആയിരിക്കും. അതേപോലെ 1/u1 പ്ലസ് 1 ഇന്റഗ്രേഷന് ലോഗ് ഓഫ് u പ്ലസ് 1 എന്നായിരിക്കും. സോ ദാറ്റ് വിൽ ഗിവ് us എന്തായിരിക്കും, മൈനസ് ലോഗ് u പ്ലസ് ഹാഫ് ഇൻറ്റു ലോഗ് u മൈനസ് 1 പ്ലസ് ഹാഫ് ഇൻറ്റു ലോഗ് u പ്ലസ് 1 എന്ന് വരും പ്ലസ് സി. ശരിയല്ലേ. സോ ദാറ്റ് വിൽ ഗിവ് us മൈനസ് ലോഗ് u പ്ലസ് ഹാഫ് ഞാൻ കോമൺ എടുത്തു. അപ്പൊ എന്ത് വരും, ലോഗ് ഓഫ് u മൈനസ് 1 പ്ലസ് ലോഗ് ഓഫ് u പ്ലസ് 1 എന്ന് വരും. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് ലോഗ് എ ഇൻറ്റു ബി ആണ്. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് u പ്ലസ് ഹാഫ് ഇൻറ്റു ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ പ്ലസ് ബി ആണ്, എ ഇൻറ്റു ബി ആണ്. സോ ലോഗ് u മൈനസ് 1 ഇൻറ്റു ലോഗ് u പ്ലസ് 1 ആണ് ലോഗ് ഓഫ് u പ്ലസ് 1 ഇൻറ്റു u മൈനസ് 1. u പ്ലസ് 1 ഇൻറ്റു u മൈനസ് 1 ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. That will be a square minus b square, that is u square minus 1 plus c എന്ന് വരും. ഇനി എന്താണ് ഇവിടെ തിരിച്ച് നമുക്ക് യുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. യു എന്താണ്, e to the power x എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ. ഫസ്റ്റ് നമ്മൾ യു എന്താണ് എടുത്തത്, യു നമ്മൾ ഫസ്റ്റ് എടുത്താണ്. ദാറ്റ് ഈസ് u is equal to e to the power x ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് തിരിച്ച് ചെയ്യാം. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു മൈനസ് ലോഗ് ടു e to the power x പ്ലസ് ഹാഫ് ഇൻറ്റു ലോഗ് e to the power 2x മൈനസ് 1 പ്ലസ് സി എന്ന് കിട്ടും. ലോഗ് e to the power x എന്താ കിട്ടുക നമുക്ക്, ഞാൻ പറഞ്ഞു ലോഗും എക്സ്പോണൻഷ്യൽ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് ലോഗ് e to the power x എന്താണ്, x എന്നാണ്. സോ ദിസ് വിൽ ബിക്കം മൈനസ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ലോഗ് ഓഫ് മോഡ് e to the power x മൈനസ് 21 പ്ലസ് സി എന്ന് വരും. therefore നമുക്ക് എന്ത് എഴുതാൻ പറ്റും, I is equal to, we can write ഫസ്റ്റ് നമുക്ക് ഹാഫ് ഇൻറ്റു ലോഗ് e to the power 2x minus 1
മൈനസ് എക്സ് പ്ലസ് സി. ഫസ്റ്റ് പോസിറ്റീവ് ടേം സെക്കൻഡ് നെഗറ്റീവ് ടേം എഴുതിയെന്നുള്ളൂ, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ആൻസർ എന്താ വരിക? ആൻസർ വിൽ ബി ഏതാണ്? ഹാഫ് വരുന്നത് ഏതാണ്? ഇത് ഹാഫ് വരുന്നതാണല്ലേ. ഹാഫ് ലോഗ്, ഇവിടെയും ഹാഫ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ മൈനസ് എക്സ് വരുന്നത് എവിടെയാണ് നോക്കണം, ഇതുകൂടി. അപ്പോൾ ഹാഫ് 1/2 ലോഗ് മോഡ് e to the power 2x minus 1 minus x equal to c. അതന്നല്ലേ നമുക്ക് കിട്ടിയത്, മൈനസ് എക്സ് പ്ലസ് സി, അതന്നല്ലേ നമുക്ക് കിട്ടിയത്. അതെ, സോ ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? പാർഷ്യൽ ഫ്രാക്ഷൻ ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് integral minus 1 to 4 f of x dx is equal to 4 and integral 2 to 4 3 minus f of x dx is equal to 7, then integral minus 1 to 2 f of x dx എന്താണെന്ന് ചോദിച്ചത്. സോ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, സെക്കൻഡ് നമുക്ക് തന്ന ഗിവൺ ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 2 to 4 3 minus f of x dx എന്നുള്ളത് 7 ആണ്. ഓക്കെ, 3 minus f of x dx is equal to 7 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? 3 വേറൊരു ഫംഗ്ഷൻ ആയിട്ട് f of x വേറെ ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ആവും. സോ ഇന്റഗ്രൽ 0 to 4 3 dx മൈനസ് ഇന്റഗ്രൽ 2 to 4 f of x dx എന്ന് വരും. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ദാറ്റ് വിൽ ഗിവ് us ഇന്റഗ്രൽ 3 dx പറഞ്ഞാല് ഇന്റഗ്രൽ 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് dx ആണ്. ഇന്റഗ്രൽ ഓഫ് dx പറഞ്ഞാൽ x ആണ്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3x ആൻഡ് ലിമിറ്റ്സ് എടുക്കുക 2 to 4 മൈനസ് ഇന്റഗ്രൽ 2 to 4 f of x dx is equal to 7 എന്ന് വരും. സോ 3x-നെ 3 into 4 ആണ് 12 വരും. 12 minus 3 into 2 ആണ് 6. 12 minus 6 എന്ന് വരും. സോ 2 to 4 f of x dx is equal to 7 എന്ന് വരും. സോ ദാറ്റ് is equal to 12 minus 6 6 ആണ് മൈനസ് ഇന്റഗ്രൽ 2 to 4 f of x dx എന്നുള്ളത് 7 ആയിരിക്കും. ദാറ്റ് വിൽ ഗിവ് us അപ്പോൾ എന്താ ഇന്റഗ്രൽ 2 to 4 f of x dx എന്ന് വരും. f of x dx എന്ന് വരും. എന്ത് വരാ? f of x ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പൊ ഇത് ഇങ്ങോട്ട് വന്നു. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസിൽ പ്ലസ് ആവും. ഈ 7 ഇങ്ങോട്ട് പോകുമ്പോൾ 6 minus 7 ഉണ്ടാവും അല്ലേ? അപ്പം 6 minus 7 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു -1. അപ്പം ഇന്റഗ്രൽ 2 to 4 അല്ലെങ്കിൽ ഇന്റഗ്രൽ 2 to 4 f of x dx എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് അതല്ല അല്ലേ? നമുക്ക് എന്താണ് ഫസ്റ്റ് നമുക്കൊരു ഇത് തന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ് ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ -1 to 4 f of x dx is equal to 4 എന്നുള്ളത് നോക്കാം. അതിൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് നൗ ഇന്റഗ്രൽ -1 to 4 f of x dx നമുക്ക് തന്നിരിക്കുന്നത് 4 ആയിട്ടാണ്. ഇനി ഈ -1 to 4 നമുക്ക് -1 to 2 അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 2 to 4 നമുക്ക് ഓൾറെഡി അറിയാം. സോ 2 to 4 നമുക്കറിയാം. -1 to 4 ആണുള്ളത്. നമുക്ക് അതിൽ -1 to 2 ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 2 to 4 ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് gives -1 to 2 f of x dx plus integral 2 to 4 f of x dx equal to 4 എന്ന് എഴുതാം. That will give us integral -1 to 2 f of x dx plus എന്താണ് ഇത് എത്രയാണ്? ഇന്റഗ്രൽ 2 to 4 f of x dx ആണ് നമ്മളോട് കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് -1 അല്ലേ? -1 ആണ് ഈക്വൽ ടു 4 എന്നാണ്. therefore we can write എന്താണ് ഇന്റഗ്രൽ -1 to 2 f of x dx എന്ന് പറയുന്നത് 4 + 1 ആയിട്ടില്ലേ? -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. സോ 4 + 1 is equal to 5 എന്നാണ് ആൻസർ കിട്ടുക, which is option E. ഓപ്ഷൻ E will be the correct answer. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞാല് നമുക്ക് എന്താണ് ജസ്റ്റ് നമുക്ക് 3 പ്രോപ്പർട്ടീസ് നിങ്ങൾ അത് നേരെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇന്റഗ്രലിന്റെ ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ്. ഇപ്പൊ ഡെഫിനറ്റ് ഇന്റഗ്രൽ എന്താണ്? നമുക്ക് ലിമിറ്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് -1 to 4 നമുക്ക് എന്താണ് -1 to 2 + 2 to 4 എന്നുള്ള ഇന്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അഡിറ്റിവിറ്റിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ചെയ്തത്.
സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ടീം 2026ന്റെ ഭാഗമായില്ലേ PYQ ഡിസ്കഷൻ സീരീസിലെ മാത്തമാറ്റിക്സ് ഇന്റഗ്രൽസ് എന്നുള്ള ചാപ്റ്റർ ആണല്ലേ. ഇന്റഗ്രൽസിലെ നമ്മൾ ഇന്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രേഷനും അതേപോലെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ നമ്മൾ നോക്കി. അപ്പൊ ഇതിലെന്താണ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി നമുക്ക് എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കിങ്സ് പ്രോപ്പർട്ടി, അതൊക്കെ കിങ്സ് പ്രോപ്പർട്ടി വെച്ചാൽ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. സോ ആ കിങ്സ് പ്രോപ്പർട്ടി പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ആൻഡ് അതിന്റെ തന്നെ കുറെ ടൈപ്പ് ഓഫ് സിമിലർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നമുക്ക് ആ പ്രോപ്പർട്ടി പഠിച്ചിട്ട് അതിന് പെട്ടെന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സോൾവ് ചെയ്യാതെ തന്നെ അത് ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഒരേപോലെ തന്നെ വരിക. സോ അത് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറെ വരാറുണ്ട്. അതേപോലെ പാർഷ്യൽ ഫ്രാക്ഷനും ഇന്റഗ്രേഷൻ ബൈ പാർട്സും, ഇത് മൂന്നും എന്താണ് പ്രോപ്പർ ആയിട്ട് പഠിച്ചിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നും അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്താണ് ലിമിറ്റ്സും ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ഇപ്പൊ ലിമിറ്റ്സും മാറ്റേണ്ടി വരും എന്നുള്ളത് മറക്കരുത്. ദെൻ പാർഷ്യൽ ഫ്രാക്ഷൻ ആയാലും അതേപോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആയാലും പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഹൈലൈറ്റ് ഫോം ഫോളോ ചെയ്യണം എന്നുള്ളത്, ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കേണ്ടതെന്നുള്ളത് മാറിപ്പോയാൽ എന്താണ് ആൻസർ മാറും. സോ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ നല്ല ഉഷാറായിട്ട് എക്സാം എഴുതുക. ദാറ്റ്സ് ഇറ്റ്. ബൈ ഫ്രം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്.